എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സുമായിട്ടാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല ടിപ്സും ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഈ പുട്ടുകുറ്റിയുടെയൊക്കെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഈ ഒരു സ്ക്രൂ ഉണ്ടാവില്ലേ, അതിങ്ങനെ ലൂസായി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കില്ല അല്ലേ. ഇനിയിപ്പോൾ ഇതെന്ന് മാത്രമല്ല കേട്ടോ, കുക്കറിൻ്റെ സൈഡിലെ ഹാൻഡിലിൻ്റെയും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ടൈറ്റിൽ ഇരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇതേപോലെ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു സ്ക്രബ്ബർ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ലേശം നമ്മൾ ഇതേപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ചെറിയൊരു കമ്പിയില്ലേ, ഇതിനകത്ത് ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ടൈറ്റ് ചെയ്ത് നോക്കൂ, നല്ല ടൈറ്റായിട്ട് തന്നെ അത് അവിടെ ഇരിക്കും. പിന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ടിരിക്കും. പിന്നെ പെട്ടെന്ന് അതൊന്നും ലൂസാവില്ല. ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ. ഇതിൻ്റെ മാത്രമല്ല, ഏതിൻ്റെ ആണെങ്കിലും ഹാൻഡിലൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ നമ്മൾ പൈസയൊക്കെ നോട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ കീറിയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. ഇതിപ്പോൾ നമുക്ക് വലിയ 500 രൂപയുടെ 100 രൂപയുടെ ഒക്കെ ആണെങ്കിലും അതെ, ഈ കീറിയത് അറിയാതെ നമുക്ക് ഇതേപോലെ ഒട്ടിക്കാനായിട്ട്, ഇപ്പോൾ ഇത് പുറത്തൊന്നും എടുക്കില്ല അല്ലേ, മാർക്കറ്റിലോ എവിടെയും എടുക്കില്ല അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഒരു മെഴുകുതിരി ഒന്ന് കത്തിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഈ ഒരു ഇതില്ലേ, കീറിയിട്ടില്ലേ, ആ ഒരു നോട്ടിൻ്റെ അവിടേക്ക് ഒരൊറ്റ ഡ്രോപ്പ് മതി കേട്ടോ. അത് ഒരൊറ്റ ഡ്രോപ്പ് വീഴുന്നവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതിൽ വീണതിന് ശേഷം നമുക്ക് ഇതാണ്ടോ, അതിനുശേഷം ഇത് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി. നല്ല വൃത്തിയായിട്ട് അത് ഒട്ടി കിട്ടും. പിന്നെ അത് ഇങ്ങനെ കീറിയത് പോലും നമുക്കത് അറിയാൻ പറ്റില്ല. നല്ല വൃത്തിയായിട്ട് ആ നോട്ട് ഒട്ടി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ വലിയ നോട്ടൊക്കെ ഇപ്പോൾ 500-ൻ്റെയോ 100-ൻ്റെയോ ഒക്കെ ഇങ്ങനെ കീറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഇരുമ്പിൻ്റെയൊക്കെ തവ അതേപോലെ നമുക്കൊന്നിങ്ങനെ റെസ്റ്റ് ആയിട്ട് ഇരിക്കും അല്ലേ. നമ്മൾ വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് തന്നെ ഇരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് മാറിയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറോ ഒരു തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഇത് നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഇത് മൊത്തമായിട്ട് ഇതിൻ്റെ ഇതിങ്ങനെ ആ ഒരു തുരുമ്പ് മൊത്തമായിട്ട് ഈ ഒരു തുണിയിലോ അല്ലെങ്കിൽ ഈ ഒരു ടിഷ്യൂവിനകത്ത് പോരും. അല്ലെങ്കിൽ നമ്മുടെ അത് ഫുഡിലാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, നല്ല രീതിയിൽ അത് പോരുന്നുണ്ട്. ഇനി ഇത് കണ്ടോ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ പെടില്ലേ. അപ്പോൾ ഇതേപോലെ 2-3 പ്രാവശ്യം ഇങ്ങനെ തുടച്ചെടുത്ത് പിന്നെ ഒന്ന് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്ത് വേണം നമ്മൾ പിന്നെ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെയൊക്കെ തവ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ ചാർജർ വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അല്ലേ. ചിലപ്പോൾ ഇപ്പോഴത്തേക്ക് ചാർജർ കുറച്ച് വലുതായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വീഴാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇതേപോലെ ഒരു ടിഷ്യൂ വെക്കുക കേട്ടോ. ഒരു ടിഷ്യൂ വെച്ചതിന് ശേഷം നമുക്ക് ആ പ്ലഗിലോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗ്രിപ്പ് കിട്ടും. ഈ ഒരു ടിഷ്യൂ വെക്കുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ചാർജർ പെട്ടെന്ന് വീണ് പോവില്ല. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ നമ്മളെപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി നമുക്ക് പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഹാൻഡ് വാഷ് ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ വാഷ് ചെയ്യാനൊന്നും കൈ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറ്റ് വൈപ്സ് ആണിത്. നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നതിനേക്കാൾ വളരെ ഇതുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു പാക്കിലാണ് ഇത് വരുന്നത്. 25 വൈപ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിതാ ഫുൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് വേണ്ട വൈപ്സ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എല്ലാറ്റിലും നമ്മൾ ടച്ച് ആവുന്നില്ല നമ്മുടെ കൈയെ. അതിനുശേഷം നമ്മളിത് എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ നമുക്കിത് ഇതേപോലെ ഇങ്ങനെ അടച്ചും വെക്കാം. അപ്പോൾ അത് നമ്മളൊന്നും ടച്ച് ആവുന്നില്ല, അതിനകത്ത് നല്ല വൃത്തിയാണ്. അതിനുശേഷം ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് വെറ്റാണ്. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ ആ ഒരു നല്ല രീതിയിൽ ഇതിൽ എന്താ പറയുക, ബാക്ടീരിയ ഒക്കെ നല്ല രീതിയിൽ പോകുന്ന രീതിയിൽ തന്നെ നല്ല ഒരു നമ്മൾ വൈപ്പ് ചെയ്യുന്ന ആ ഒരു ഇത് തന്നെ നമുക്ക് വരും. നമ്മൾ വാഷ് ചെയ്യുന്ന ആ ഒരു ഇതിൽ തന്നെ നമുക്ക് വരും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് വാഷ് ചെയ്ത ആ ഒരു എഫക്റ്റ് വരും. നല്ല വൃത്തിയാവും. നമ്മൾ വെറുതെ സാനിറ്റൈസർ ചെയ്യുന്നതിനേക്കാൾ കണ്ടോ ഇങ്ങനെ വെള്ളം പോലെ വരും. കണ്ടോ, ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നല്ല വൃത്തിയാവും. അതേപോലെ നല്ല ഹാൻഡ് വാഷ് ചെയ്ത ആ ഒരു ഇത് വരും. നമുക്കിപ്പോൾ സ്നാക്സ് ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ വെറ്റ് വൈപ്സ് യൂസ് ചെയ്താൽ മതി. നല്ല വൃത്തിയാക്കാൻ പറ്റും. നമ്മുടെ കൈയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. സാനിറ്റൈസർ യൂസ് ചെയ്യുന്നതിൻ്റെ വേറെ നമുക്ക് വെറ്റാവുമ്പോൾ കൂടുതൽ നമുക്ക് വൃത്തിയായിട്ട്
തോന്നും. അത് തോന്നുക മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് അങ്ങനെ നമ്മുടെ സാനിറ്റൈസറിൻ്റെ ആ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നല്ല വൃത്തിയാണ്, യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇതേപോലത്തെ ഫേസ് വൈപ്സ് ഒക്കെ വരുന്നുണ്ട്, പക്ഷേ ഇത് നമ്മുടെ ഹാൻഡ്സ് ഒക്കെ വൈപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ. തേങ്ങ പൊട്ടിക്കാനായിട്ട് പേടിയുള്ള ആൾക്കാരായിരിക്കും അല്ലേ പലരും, പ്രത്യേകിച്ച് തുടക്കക്കാർക്കൊക്കെ അതൊരു പേടി തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു 5-6 റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനൊരു ഇടികല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെട്ടുകത്തി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ 2-3 തട്ട് കൊടുക്കുമ്പോഴേക്കും തന്നെ അത് കണ്ടോ പൊട്ടി കിട്ടും. അപ്പോൾ അതേപോലെ ചിന്നി ചിതറി പോവുക അങ്ങനെയൊന്നുമില്ല. അതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാനും പറ്റും കേട്ടോ. നമ്മളുടെ അരിയിലൊക്കെ ഇങ്ങനെ പ്രാണികൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അല്ലേ? അരിയിൽ മാത്രമല്ല കേട്ടോ, ചെറുപയറിലാണെങ്കിലും കടല ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പ്രാണികളും ഇങ്ങനത്തെ പൂച്ചികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുറച്ച് മുളക് പൊടി ഇടുക. അതിനുശേഷം നമ്മൾ അതൊന്ന് കുറച്ച് നേരം അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മുളക് പൊടി ആവുന്ന രീതിയിൽ. വേറെയും ഇതിന് കുറേ നല്ല ടിപ്സ് ഉണ്ട്, നമ്മുടെ ചാനലിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ വേറെയും ഒരുപാട്, അതായത് ഒരു ദിവസം 4-5 ടിപ്സ് എങ്കിലും നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് മുളക് പൊടി ഇട്ടിട്ട് നമ്മളൊന്ന് വെച്ചാൽ മതി. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ പൂച്ചയോ എന്താണോ ആ അരിയിലുള്ളത് അത് മൊത്തം പോയിട്ട് ഇത് കണ്ടോ ഇങ്ങനെ വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ കരിഞ്ഞു പിടിച്ചിട്ടുള്ള നമ്മുടെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് വാഷ് ചെയ്യാനായിട്ട് നമുക്കൊരു ടിപ്സ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ചിരട്ട എടുക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന്, അതായത് അന്നേയുള്ള ചിരട്ടയാണെങ്കിൽ നല്ലതാണ്. അതല്ല ഇനിയിപ്പോൾ പഴയതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുക, സ്റ്റൗവിൽ വെക്കുക. അതൊന്ന് തിളച്ചതിന് ശേഷം, അതേപോലെ തന്നെ ഈ വെള്ളം തിളച്ചതിന് ശേഷം നമ്മളൊരു ചട്ടുകം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇത് കണ്ടോ നല്ല വൃത്തിയായിട്ട് കിട്ടി. ഇനി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഡിഷ് വാഷ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. നല്ല എളുപ്പത്തിൽ വാഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, ഇതേപോലെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ തുറക്കാൻ പറ്റുന്നില്ല വിചാരിച്ചുള്ളൂ, ഒരു ബോട്ടിലോ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ, വളരെ ടൈറ്റാണ്, നമുക്ക് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതേപോലെ നമ്മളൊരു കത്തിരി എടുക്കുക. കത്തിരിയുടെ ബാക്ക് വശം ഇതേപോലെ ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇതേപോലെ നമ്മളൊരു കത്തിരി ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ വെക്കുന്നത്. അതിനുശേഷം ഈ ഒരു 2 സൈഡ് ഇങ്ങനെ ടൈറ്റിൽ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ കണ്ടോ തുറന്ന് കിട്ടും. അത് തുറന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഒരുപാട് ബലമൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വളരെ ടൈറ്റ് ആയിരിക്കും, നമുക്ക് തുറക്കാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കത്തിരിയുടെ പുറകുവശം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ 2 സൈഡും പിടിച്ച് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.